ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 28-ാം അധ്യായം. അതിലെ 8 ശ്ലോകങ്ങൾ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥാഷ്ടാവിംശോऽധ്യായഃ. ശ്രീഭഗവാനുവാച യോഗസ്യ ലക്ഷണം വക്ഷ്യേ സ ബീജസ്യ നൃപാത്മജേ മനോ യേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. സ്വധർമാചരണം ശക്തിയാ വിധർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മ രതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമസേവനം അഹിംസാ സത്യമസ്തേയം യാവദർത്ഥ പരിഗ്രഹഃ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം സദാസനജയഃ സ്ഥൈര്യം പ്രാണജയഃ ശനൈഃ പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം വിഷയാൻ മനസാ ഹൃദി സ്വധിഷ്ണ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥാത്മനഃ ഏതൈരണ്യശ്ച പതിഭിർമനോ ദൃഷ്ടമസത്പഥാം ബുദ്ധ്യാ യുഞ്ജീത ശനകൈർജിതപ്രാണോ ഹ്യതന്ത്രിതഃ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാസന ആസനം തസ്മിൻ സ്വസ്തി സമാസീന ഋജുകായ സമഭ്യസേത്. അടുത്തത് 9-ാമത്തെ ശ്ലോകം ആണ്. പ്രാണസ്യ ശോധയേൻ മാർഗം പൂരകുംഭകരേചകൈഃ പ്രതികൂലേന വാ ചിത്തം യഥാ സ്ഥിരമചഞ്ചലം. പ്രാണസ്യ ശോധയേൻ മാർഗം പൂരകുംഭകരേചകൈഃ പ്രതികൂലേന വാ ചിത്തം യഥാ സ്ഥിരം അചഞ്ചലം. എങ്ങനെ ആയാലാണോ ആ മനസ്സ് ആ സ്ഥിരവും ചഞ്ചലവും അല്ലാത്തതാകുമോ, അപ്പം അങ്ങനെയുള്ള നിലയ്ക്ക് ആ പൂര കുംഭകരേചകം തുടങ്ങിയിട്ടുള്ള പ്രാണന്റെ ആ വ്യായാമങ്ങൾ, പ്രാണനിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ നമ്മൾ ചെയ്തിട്ട് ആ പ്രാണവായുവിൻ്റെ മാർഗത്തെ ശുദ്ധം ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാണസ്യ ശോധയൻ മാർഗം പൂരകുംഭകരേചകൈ പ്രതികൂലേന വാചിത്തം യഥാസ്ഥിരമചഞ്ചലം. അതിലത്തെ പദങ്ങൾ നോക്കാം. യഥാ എങ്ങനെ എന്നാൽ, ചിത്തം മനസ്സ്, സ്ഥിരവും അചഞ്ചലവും, തഥാ ചഞ്ചലം ഇല്ലാത്തതും ആകുമോ, അചഞ്ചലം തഥാ ചഞ്ചലമില്ലാത്തതും ആകുമോ അപ്രകാരം. പൂരകുംഭകരേചകൈ പൂരകം കുംഭകം രേചകം എന്നിവകളാൽ പ്രാണസ്യ ആ പ്രാണവായുവിൻ്റെ മാർഗത്തെ ശോധയേ ശുദ്ധമാക്കണം. പ്രതികൂലേന വാ വിപരീതക്രമത്തിലും ആകാം എന്നർത്ഥം. അപ്പോൾ യഥാ എങ്ങനെ എന്നാൽ, ചിത്തം മനസ്സ്, സ്ഥിരവും അചഞ്ചലം തഥാ ചഞ്ചലം ഇല്ലാത്തതും ആകുമോ അപ്രകാരം. പൂരകുംഭകരേചകൈ പൂരകം കുംഭകം രേചകം എന്നിവകളാൽ പ്രാണസ്യ ആ പ്രാണവായുവിൻ്റെ മാർഗത്തെ ശോധയെ ശുദ്ധമാക്കണം. പ്രതികൂലേന വാ വിപരീത ക്രമത്തിലും ആകാമെന്നർത്ഥം. പൂരകം കുംഭകം രേചകം എന്നീ ക്രമത്തിൽ പ്രാണായാമം ശീലിക്കണം. എന്നാൽ ചിത്തത്തിന് ഏകാഗ്രത ലഭിക്കാൻ ആ ക്രമം അല്ല ഉതകുന്നതെങ്കിൽ പ്രതികൂല ക്രമത്തിലും ആകാമെന്നർത്ഥം. അപ്പം ഇതിൻ്റെ അന്വയം വന്നിട്ട് യഥാചിത്തം സ്ഥിരം അചഞ്ചലം തഥാ പൂരകുംഭകരേചകൈ പ്രാണസ്യ മാർഗം ശോധയേ പ്രതികൂലേന വാ. എന്നുകൂടി പറയാം. യഥാചിത്തം സ്ഥിരം അചഞ്ചലം തഥാ പൂരകുംഭകരേചകൈ പ്രാണസ്യ ശോധയേ പ്രതികൂലേന വാ. യഥാചിത്തം സ്ഥിരം അചഞ്ചലം തഥാ പൂരകുംഭകരേചകൈ പ്രാണസ്യ മാർഗം ശോധയേ പ്രതികൂലേന വാ. അതായത് എങ്ങനെയെന്നാൽ ആ മനസ്സ് അചഞ്ചലം
മനസ്സ് സ്ഥിരവും ചഞ്ചലവും ഇല്ലാത്തതുമാകുമോ അപ്രകാരം പൂരകം, കുംഭകം, രേചകം എന്നിവകളാൽ ആ പ്രാണവായുവിൻ്റെ മാർഗം ശുദ്ധമാക്കണം. വിപരീത ക്രമത്തിലും അതാകാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. പൂരകം, കുംഭകം, രേചകം ഇവകളാൽ ആ പ്രാണന്റെ മാർഗം ശുദ്ധമാക്കണം. അല്ലെങ്കിൽ രേചകം, കുംഭകം, പൂരകം എന്നിങ്ങനെ ക്രമത്തിലും മനസ്സിനെ സ്ഥിരവും അചഞ്ചലവും ആകത്തക്ക വിധം പ്രാണായാമം അഭ്യസിക്കണം. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് നോക്കാം. ആസനത്തിൽ ഇരുന്ന ശേഷം ആ പ്രാണായാമക്രമത്തെ പറയുന്നു. പ്രാണായാമം 3 വിധത്തിലാണ്. പൂരകം, കുംഭകം, രേചകം എന്നു പേർ. ആ ബാഹ്യവായുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് പൂരകം. പ്രവേശിപ്പിച്ചതിനെ ഉള്ളിൽ അടക്കി നിർത്തുന്ന തരത്തിലുള്ളതാണ് കുംഭകം. നിർത്തിയതിനെ പുറത്തേക്ക് വിടുന്നതിനെയാണ് രേചകം. അങ്ങനെ ഇതാണ് സാധാരണ ക്രമം. രേചകം, കുംഭകം, പൂരകം എന്ന രീതിയെ അവലംബിക്കുന്നതായാലും വിരോധം ഇല്ല എന്നർത്ഥം. ഇങ്ങനെ ആ വായുവിനെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് നിർത്തി പുറത്തേക്ക് വിടുന്നത് കൊണ്ട് ശ്വാസമാർഗങ്ങളിലുള്ള കഫാദി ദോഷങ്ങൾ നശിച്ച് ശുദ്ധമാകും. അപ്പോൾ പ്രാണനെ ആശ്രയിച്ചിരിക്കുന്ന മനസ്സും ചലനാദി ദോഷങ്ങളെ ഉപേക്ഷിച്ച് സ്ഥിരമായിട്ട് വരും. മനസ്സിനെ സ്ഥിരമാക്കുന്നതിന് തന്നെ ആണ് പ്രാണായാമം ചെയ്യുന്നത്. അതിൻ്റെ പ്രയോജനം അതാണ്. അപ്പം നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് നോക്കാം. തതഃ ശുചൗ ദേശേ ആസനേ സ്ഥിത്വാ ഋജുകായഃ എന്ന് പറഞ്ഞു. പൂരകുംഭകരേചകൈഃ പ്രാണമാർഗം സംശോധ്യ. ആ പൂരക കുംഭക രേചകങ്ങളിലൂടെ ആ പ്രാണമാർഗത്തെ ശുദ്ധി ചെയ്ത് ചിത്തം സ്ഥിരീകുര്യാ. ആ ചിത്തത്തെ സ്ഥിരമാക്കി വെക്കണം. ഇതിൽ പറഞ്ഞത് തന്നെയാണ് പൂരകുംഭകരേചകൈഃ പ്രാണമാർഗം സംശോധ്യ ചിത്തം സ്ഥിരീകുർവാ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അതിനു മുമ്പേ പ്രാണായാമത്തെ പറ്റിയിട്ട് സാമാന്യം ആയിട്ട് ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ദ്വിതീയം പ്രഥമാധ്യായം 23-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ കൂടി അത് വിശദമാക്കേണ്ടത് ഉണ്ട്. ഈ ശ്ലോക വ്യാഖ്യാനത്തിൽ ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നത് ഇപ്രകാരമാണ്. ബാഹ്യവായോർ ഇതപ്രവേശനം പൂരകം, പ്രവേശിതസ്യ ധാരണം കുംഭകം, ധൃതസ്യ ബഹിർ നിസ്സാരണം രേചകം, പ്രതികൂലേന വാ രേചക കുംഭക പൂരകൈഃ യദ്വാ ഇടയാ പൂര്യ പിംഗളയാഃ രേചനം, പിംഗളയാ പൂര്യ ഇടയാ രേചനമിത്യേവം പ്രതികൂലേന വാ ശബ്ദശ്ചാർത്ഥേ. പുറത്തെ ആ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നത് പൂരകം, ഉള്ളിലേക്കെടുത്ത ആ വായുവിനെ ദേഹത്തിൽ നിർത്തുന്നത് കുംഭകം, അതിനെ പുറത്തേക്ക് വിടുന്നത് രേചകം. പൂരകം, കുംഭകം, രേചകം എന്നതാണ് സാധാരണ ക്രമം. പ്രതികൂലം എന്നാൽ രേചകം, കുംഭകം, പൂരകം എന്ന ക്രമം. അല്ലെങ്കിൽ ഇടയിലൂടെ പൂരകവും പിങ്കളയിലൂടെ രേചകവും എന്നതിന് പകരം പിങ്കളയിലൂടെ പൂരകവും ഇടയിലൂടെ രേചകവും എന്നർത്ഥം വരാം. വാ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വ്യാഖ്യാനത്തിന്റെ അന്ത്യഭാഗത്തില് അത്യന്തം ഗഹനം ആയിട്ടുള്ള ആ യോഗശാസ്ത്രത്തിലെ ഉപരിഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ അതിൻ്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്കണം. ദേഹത്തിൽ പ്രവേശിച്ച വായുവാണ് പ്രാണൻ, കുംഭകമാണ് ആയാമം. ഇവ രണ്ടും ചേർന്നാൽ പ്രാണായാമം എന്ന് ആ യോഗ കുണ്ഡല്യുപനിഷത്തിലെ ആ പ്രാണരോധം അഥേതാനിം പ്രവക്ഷ്യാമി സമാസതഃ പ്രാണശ്ച ദേഹഗോ വായുരായാമ കുംഭക സ്മൃതഃ പറയുന്നുണ്ട്. ആ യോഗ കുണ്ഡല്യുപനിഷത്തിലാണ് അത് പറയുന്നത്.
നാഡി ചക്രത്തിലെ ആ ഇട, പിംഗള, സുഷുമ്ന ഇവ പ്രസിദ്ധങ്ങളാണ്. മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെ അത് നീണ്ടു കിടപ്പുള്ളതും ബ്രഹ്മനാഡി എന്നുകൂടി അറിയപ്പെടുന്നതും ആണ് സുഷുമ്ന. ഇതിന്റെ ഇരുപാർശ്വങ്ങളിലുമായിട്ട് നാസാരന്ധ്രം വരെയുള്ളവയാണ് ഇടയും പിംഗളയും. ഇട ഇടത്തും പിംഗള വലത്തും ആണ്. മൂലാധാര ത്രികോണസ്ഥ സുഷുമ്ന ദ്വാദശാംഗുല മൂലാർദ്ധഛിന്നവംശാഭ ബ്രഹ്മനാഡീതി സാ സ്മൃത ഇടാ ച പിംഗളാ ചൈവ തസ്യാഹ പാർശ്വദ്വയേ ഗതേ വിളംബിന്യാം അനുസ്യൂതേ നാസികാന്തം ഉപാഗതേ ഇടായാം ഹേമരൂപേണ വായുർവാമേന ഗച്ഛതി പിംഗളായാം തു സൂര്യാത്മാ യാതി ദക്ഷിണപാർശ്വതഃ. യോഗ ശിഖോപനിഷത്തില് ഇതിനെ പറ്റിയിട്ട് ഇടാ പിംഗളയുടെ ആ സ്ഥാനത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടയിലൂടെ പൂരകം, പിംഗളയിലൂടെ രേചകം എന്നതാണ് സാധാരണ ക്രമം. പ്രതികൂലം എന്നാൽ പിംഗളയിലൂടെ പൂരകവും ഇടയിലൂടെ രേചകവും ആവാം എന്നാണ് ശ്രീധരാചാര്യർ പറഞ്ഞത്. ഇതിന് അവലംബമായിട്ട് പ്രമാണം വേറെ പല ഉപനിഷത്തുകളിലൊക്കെ കാണാം. പ്രാണായാമം പ്രണവമന്ത്രത്തിന്റെ പ്രതീകം ആണ്. പ്രാണായാമം പൂരകം, കുംഭകം, രേചകം ഇവ അകാര, ഉകാര, മകാരങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇടയിലൂടെ അകാരം ധ്യാനിച്ചുകൊണ്ട് പൂരകവും, അതിനുശേഷം ഉകാരം ധ്യാനിച്ചുകൊണ്ട് ആകാവുന്നിടത്തോളം സമയം പ്രണവമന്ത്രം ഉച്ചരിച്ചുകൊണ്ടും കുംഭകവും, അനന്തരം മകാരധ്യാനത്തോടെ രേചകവും ചെയ്യണം എന്നാണ്. ഇവയ്ക്ക് മാത്രാക്രമങ്ങളും ഉണ്ട്. പൂരകത്തിന് 16, കുംഭകത്തിന് 64, രേചകത്തിന് 32. ഇതാണ് ആ സാധാരണ ക്രമം. പിന്നെ പിംഗളയിലൂടെ പൂരകം, കുംഭകം, ഇടയിലൂടെ രേചകം, വീണ്ടും ആദ്യ ക്രമത്തിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും പ്രാണായാമം ശീലിക്കണം. അതാണ് ശ്രീധരാചാര്യർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 10ാമത്തെ ശ്ലോകം. മനോജിരാത് സ്യാദ് വിരജം ജിതശ്വാസസ്യ യോഗിനഃ വായുഅഗ്നിഭ്യാം യഥാലോഹം ധുമാതം ത്യജതി വൈ മലം. ഒരു ശ്ലോകം കൂടി നോക്കാം, 10ഉം 11ഉം. പ്രാണായാമീർ ദഹേദ്ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേനാൻ ഈശ്വരാൻ ഗുണാൻ. ഒന്നുകൂടി 10ഉം 11ഉം ശ്ലോകങ്ങൾ നോക്കാം. പ്രാണായാമത്തിന്റെ പ്രയോജനം ആണ് ഇതിൽ പറയുന്നത്. മനോചിരാൽ സ്യാദ് വിരജം ജിതശ്വാസസ്യ യോഗിനഃ വായു അഗ്നിഭ്യാം യഥാലോഹം ധ്മാതം ത്യജതി വൈമലം. പ്രാണായാമീർ ദഹേദ്ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേനാൻ ഈശ്വരാൻ ഗുണാൻ. അതായത് ആ പ്രാണായാമം സ്വാധീനിച്ചിട്ടുള്ള ആ യോഗിയുടെ മനസ്സ് എളുപ്പത്തിൽ ആ രജോഗുണ വിമുക്തം ആയിത്തീരും. മനോചിരാൽ സ്യാദ് വിരജം ജിതശ്വാസസ്യ യോഗിനഃ വായു അഗ്നിഭ്യാം യഥാലോഹം ധ്മാതം ത്യജതി വൈമലം. എപ്രകാരം ആ വായു, ആ അഗ്നി ഇവയാൽ തപിക്കപ്പെട്ടിട്ടുള്ള ലോഹം, ആ മാലിന്യം അത് വിട്ട് മാറി നിൽക്കുന്നുവോ, ആ മാലിന്യം അതിൽ നിന്ന് പോകുന്നുവോ, അതുപോലെ ആ പ്രാണായാമങ്ങൾ കൊണ്ട് ആ ത്രിദോഷങ്ങളെയും, പിന്നെ പ്രാണായാമീർ ദഹേർദോഷൻ ത്രിദോഷങ്ങളെ അകറ്റുന്നു, ധാരണാഭിശ്ച കിൽബിഷാൻ അതുപോലെ ആ ധാരണകൾ കൊണ്ട് ആ പാപങ്ങളെയും, ധാരണാഭിശ്ച കിൽബിഷാൻ പാപങ്ങളെയും, പ്രത്യാഹാരം കൊണ്ട് പ്രത്യാഹാരേണ സംസർഗാൻ ആ വിഷയാസക്തിയെ, പ്രത്യാഹാരം കൊണ്ട് ആ വിഷയാസക്തിയെ നമുക്ക് അകറ്റാൻ പറ്റും. ധ്യാനേനാൻ ഈശ്വരാൻ ഗുണാൻ, ആ ധ്യാനം കൊണ്ട് ആ ഈശ്വര ചിന്ത ഇല്ലാത്ത ആ രാഗാദികളെയും, ഈശ്വരാൻ ഗുണാൻ ആ ഗുണങ്ങളെയും ദഹിപ്പിക്കാൻ സാധിക്കും. ദഹിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മനോജിരാൽ സ്യാദ് വിരജം ജിതശ്വാസസ്യ യോഗിനഃ വായുവഗ്നിഭ്യാം യഥാലോഹം ധുമാദം ത്യജതി വൈമലം പ്രാണായാമേർ ദഹേദ്ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേനാൻ ഈശ്വരാൻ ഗുണാൻ. അപ്പൊ അതിലത്തെ പദങ്ങൾ നോക്കാം. ജിതശ്വാസസ്യ എന്ന് പറഞ്ഞാൽ പ്രാണായാമം. ജിതശ്വാസസ്യ പ്രാണായാമം സ്വാധീനിച്ചിട്ടുള്ള യോഗിനഃ ആ യോഗിയുടെ മനസ്സ് അചിരാത് എളുപ്പത്തിൽ വിരജം സ്യാത് ആ രജോഗുണത്തിൽ നിന്നും വിമുക്തമാകും. രജോഗുണത്തിൽ നിന്നും വിമുക്താകുന്ന അർത്ഥം. വിരജം സ്യാത് രജോഗുണ വിമുക്തമാകും. യഥാ വൈ എപ്രകാരം എന്നാൽ വായു അഗ്നിഭ്യാം വായു അഗ്നി ഇവയാൽ ധുമാതം തപിക്കപ്പെട്ട ലോഹം സ്വർണം മലം മാലിന്യം ത്യജതി വിട്ടുകളയുന്നുവല്ലോ. പ്രാണായാമൈഹി ആ പ്രാണായാമങ്ങൾ കൊണ്ട് ദോഷാൻ ആ ത്രിദോഷങ്ങളെയും ധാരണാദിഭിഹി ആ ധാരണകൾ കൊണ്ട് കിൽബിഷാൻ ആ പാപങ്ങളെയും പ്രത്യാഹാരേണ ആ പ്രത്യാഹാരം കൊണ്ട് സംസർഗാൻ വിഷയാസക്തിയെയും ധ്യാനേന ആ ധ്യാനം കൊണ്ട് അനീശ്വരാൻ ഈശ്വരചിന്തയില്ലാത്ത ഗുണാഞ്ച രാഗാദികളെയും ദഹിപ്പിക്കാം. ഒന്നുകൂടി പറയാം. ജിതശ്വാസസ്യ ആ പ്രാണായാമം സ്വാധീനിച്ച യോഗിനഃ ആ യോഗിയുടെ മനസ്സ് അചിര എളുപ്പത്തിൽ വിരജം സ്യാൽ രജോഗുണ വിമുക്തമാകും. യഥാ വൈ എപ്രകാരം എന്നാൽ വായു അഗ്നിഭ്യാം വായു അഗ്നി ഇവയാൽ ധുമാതം തപിക്കപ്പെട്ട ആ ലോഹം സ്വർണം മലം മാലിന്യം ത്യജതി വിട്ടുകളയുന്നുവല്ലോ. പ്രാണായാമൈഹി ആ പ്രാണായാമങ്ങൾ കൊണ്ട് ദോഷാൻ ആ ത്രിദോഷങ്ങളെയും ധാരണാഭിഹി ആ ധാരണകൾ കൊണ്ട് കിൽബിഷാൻ പാപങ്ങളെയും പ്രത്യാഹാരേണ ആ പ്രത്യാഹാരം കൊണ്ട് സംസർഗാൻ വിഷയാസക്തിയെയും ധ്യാനേന ആ ധ്യാനം കൊണ്ട് അനീശ്വരാൻ ഈശ്വര ചിന്തയില്ലാത്ത ഗുണാഞ്ച ആ രാഗാദികളെയും ദഹിപ്പിക്കാം. ഇതിന്റെ അന്വയം വന്നിട്ട് ജിതശ്വാസസ്യ യോഗിനഃ മനഃ അചിരാത് വിരജം സ്യാത് യഥാ വൈ വായു അഗ്നിഭ്യാം ധ്മാതം ലോഹം മലം ത്യജതി പ്രാണായാമൈഹി ദോഷാൻ ധാരണാഭിഹി കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേന അനീശ്വരാൻ ഗുണാൻ ച ദഹേത്. ഇതാണ് ഇതിന്റെ അന്വയം വരിക. ഈ രണ്ട് ശ്ലോകങ്ങളുടെയും കൂടെ ഉള്ള ഒന്നുകൂടി പറയാം. ജിതശ്വാസസ്യ യോഗിനഃ മനഃ അചിരാത് വിരജം സ്യാത് യഥാ വൈ വായു അഗ്നിഭ്യാം ധ്മാതം ലോഹം മലം ത്യജതി പ്രാണായാമൈഹി ദോഷാൻ ധാരണാഭിഹി കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേന അനീശ്വരാൻ ഗുണാൻ ച ദഹേത് ആണ് എൻ്റെ അന്വയം. അപ്പൊ അന്വയാർത്ഥം വരുമ്പോൾ ആ പ്രാണായാമം സ്വാധീനിച്ചിട്ടുള്ള യോഗിയുടെ മനസ്സ് എളുപ്പത്തിൽ ആ രജോ ഗുണത്തിൽ നിന്നും വിമുക്തമാകും. എപ്രകാരം എന്നാൽ ആ വായു അഗ്നി ഇവയാൽ തപിപ്പിക്കപ്പെട്ട സ്വർണം ലോഹം അതിലത്തെ മാലിന്യങ്ങളെ വിട്ടുകളയുന്നുവല്ലോ. പ്രാണായാമങ്ങൾ കൊണ്ട് ആ ത്രിദോഷങ്ങളെയും ധാരണാദികളെ കൊണ്ട് ആ പാപങ്ങളെയും പ്രത്യാഹാരം കൊണ്ട് ആ വിഷയാസക്തിയെയും ധ്യാനം കൊണ്ട് ആ ഈശ്വര ചിന്തയില്ലാത്ത ആ രാഗാദികളെയും ദഹിപ്പിക്കുന്നു എന്നർത്ഥം. കറ പിടിച്ച സ്വർണം കനലിലിട്ട് ഊതിപ്പഴുപ്പിച്ചാൽ ശുദ്ധമാകുന്നത് പോലെ ആ പ്രാണായാമം സ്വാധീനിച്ച യോഗിയുടെ മനസ്സ് താമസമന്യേ ആ രജോ ഗുണ വിമുക്തമാകും. പ്രാണായാമം കൊണ്ട് ആ വാദപിത്ത കഫങ്ങളായിരിക്കുന്ന ത്രിദോഷങ്ങളെയും ധാരണ കൊണ്ട് പാപങ്ങളെയും പ്രത്യാഹാരം കൊണ്ട് വിഷയാസക്തിയെയും
ധ്യാനം കൊണ്ട് രാഗാദികളെയും ദൂരീകരിക്കാം. ദോഷാൻ വാദശ്ലേഷ്മാദീൻ സംസർഗാൻ വിഷയസംസർഗാൻ അനീശ്വരാൻ രാഗാദീൻ, ഇങ്ങനെ ശ്രീധരീയത്തില് പറയുന്നുണ്ട്. ഈ ഭാഗവത ശ്ലോകം മനുസ്മൃതിയിലുള്ളതാണ്. കപിലന്റെ ആ മാതാമഹനും ദേവഹൂതിയുടെ പിതാവുമായിരിക്കുന്ന സ്വയംഭുവ മനുവാൻ വിരചിതമായിരിക്കുന്ന ധർമ്മശാസ്ത്രത്തിലെ പ്രമാണം ഒരക്ഷര വ്യത്യാസം പോലും വരുത്താതെ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനുസ്മൃതിയുടെ വൈശിഷ്ട്യം, അതിനോടുള്ള ആദരവും ആണ് ഇവിടെ കാണിക്കുന്നത്. മനുസ്മൃതി അതേപടി ഉദ്ധരിക്കാൻ കപിലമൂർത്തിയെ അതുകൊണ്ടാണ് പ്രേരിപ്പിച്ചിരിക്കുന്നത് അർത്ഥം. 10ാം ശ്ലോകവും മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗചര്യയിലെ 5ാമത്തേതാണ് പ്രത്യാഹാരം. ഓരോ വിഷയങ്ങളിൽ വ്യാപരിക്കുക എന്ന ആ ഇന്ദ്രിയങ്ങളുടെ സ്വാഭാവിക വൃത്തികളെ ബലാത്കാരമായിട്ട് പിന്തിരിപ്പിക്കുകയാണ് പ്രത്യാഹാരം. ഇന്ദ്രിയാണാം വിചരതാം വിഷയേഷു സ്വഭാവതഃ ബലാത് ആഹരണം തേഷാം പ്രത്യാഹാരം സ ഉച്യതേ എന്ന് പറയുന്നുണ്ട്. സ്വസ്വവിഷയ സംപ്രയോഗേ ചിത്തസ്വരൂപാനുകാര ഇവേന്ദ്രിയാണാം പ്രത്യാഹാരഃ തതഃ പരമാ വശ്യതേന്ദ്രിയാണാം എന്ന് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ അതിന്റെ ആ സ്വാഭാവിക വൃത്തികളിൽ നിന്നും പിന്തിരിപ്പിച്ച് അചിത്തസ്വരൂപത്തെ അനുകരിപ്പിക്കലാണ് ആ പ്രത്യാഹാരം എന്നുള്ളതിന്റെ കാര്യം. അതിന്റെ ഫലമായിട്ട് ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം സാധ്യം ആകുമെന്ന് സാരം. ചക്ഷുരിന്ദ്രിയത്തിന്റെ സ്വാഭാവികമായിരിക്കുന്ന വൃത്തി രൂപാദികളെ വീക്ഷിക്കലാണ്. അതിൽ നിന്ന് വിലക്കി തന്നിലേക്ക് ആകർഷിക്കുകയാണ് പ്രത്യാഹാരം. ഒരു മനോഹര വസ്തു കണ്ടാൽ നോക്കി നിൽക്കാൻ കണ്ണിന് നൈസർഗികമായിരിക്കുന്ന വാസനയുണ്ട്. അങ്ങനെ നോക്കരുതെന്ന് ചക്ഷുരിന്ദ്രിയത്തോട് മനസ്സ് ആജ്ഞാപിച്ച് അതനുസരിപ്പിച്ച് സ്വവശത്തിൽ കൊണ്ടുവരുന്നു. ഇപ്രകാരം ഇതര ഇന്ദ്രിയങ്ങളുടെ വൃത്തികളെയും ചെയ്യണു. ഇതിനാണ് പ്രത്യാഹാരം എന്ന് പറയുക. പ്രാണായാമാദികളിലൂടെ മനസ്സ് നിർമ്മലം ആയാൽ ഭഗവാന്റെ അതിവ്യ കോമള രൂപം ധാരണയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കാം. ആ മനോഹര രൂപത്തിന്റെ അത്യന്തം വിശദമായിരിക്കുന്ന വിവരണം ഇവിടെയുണ്ട്. ഭാഗവതത്തിലെ അത്യുജ്വലമായിരിക്കുന്ന ഭഗവത് വർണ്ണനയാണ്, ഭക്തിരസായനം തന്നെയാണ് ഇവിടെയുള്ളത്. ഭഗവാന്റെ ആ സ്വരൂപ ധ്യാനത്തിന് അനുയോജ്യമായിരിക്കുന്ന ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു വർണ്ണന അന്യത്ര അലഭ്യം എന്ന് പറയേണ്ടു. ഇവിടെ വക്താവ് പുത്രനും ശ്രോതാവ് മാതാവുമാണ്. അപ്പൊ മാതൃഭക്തിയും ഭഗവത് ഭക്തിയും സമഞ്ജസമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു രംഗം ആണ് വരുന്നത്. അപ്പൊ അത് എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ആ ഭഗവാന്റെ ആ രൂപത്തെ അവിടെ ധ്യാനിക്കുന്നത് എന്നുള്ളത്. ഇവിടെ വന്നിട്ട് തീയിലിട്ട് നല്ലവണ്ണം ചൂടാക്കിയിരിക്കുന്ന സ്വർണം എങ്ങനെ നിർമ്മലം ആയിത്തീരുന്നുവോ അങ്ങനെ ആ പ്രാണായാമം കൊണ്ട് ശ്വാസം നിയന്ത്രിച്ച യോഗിയുടെ മനസ്സ് വേഗത്തിൽ അതിനിർമ്മലമായിത്തീരുന്നു. അങ്ങനെ ആ പ്രാണായാമം കൊണ്ട് ശരീര സംബന്ധികളായിരിക്കുന്ന വാതാദി ദോഷങ്ങളെയും ധാരണകൾ കൊണ്ട് പാപങ്ങളെയും ദഹിപ്പിക്കണം. പ്രത്യാഹാരം കൊണ്ട് ആ വിഷയാദി ബന്ധങ്ങളെയും ധ്യാനം കൊണ്ട് ആ രാഗാദി ദോഷങ്ങളെയും ദഹിപ്പിക്കണം. അങ്ങനെ നിർമ്മലമായിട്ടുള്ള മനസ്സ് നിരന്തര അഭ്യാസത്താൽ ഏകാഗ്രമായി തീരുമ്പോൾ, അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്, ആ സാധകൻ ആ അർദ്ധനിമീലിത നേത്രങ്ങളോടെ ആ ഭഗവാന്റെ വിഗ്രഹം ധ്യാനിക്കണം. അടുത്ത ശ്ലോകത്തിലാണ് ഇപ്പൊ പറയുന്നത് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഒന്നുകൂടി പ്രാണായാമാദികളുടെ ഫലങ്ങളെ പറയുന്നു. വാതപിത്ത കഫജന്യങ്ങളായിരിക്കുന്ന ദോഷങ്ങളെ പ്രാണായാമങ്ങൾ കൊണ്ട് നശിപ്പിക്കണം. അപ്പോൾ ദേഹം രോഗബാധയിൽ നിന്നും മുക്തമാകും.
ധാരണകൾ കൊണ്ട് പാപകർമ്മങ്ങളെ ദഹിപ്പിക്കണം. ശബ്ദാദി വിഷയ സംബന്ധങ്ങളെ പ്രത്യാഹാരം കൊണ്ട് നശിപ്പിക്കണം. ഈശ്വരോപാസനയ്ക്ക് വിരോധികളായിരിക്കുന്ന രാഗാദി വൃത്തി ദോഷങ്ങളെ ധ്യാനം കൊണ്ട് ദഹിപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തത് ആ ജിതശ്വാസസ്യ, ആ പ്രാണായാമം കൊണ്ട് യോഗികളെ മനഃശുദ്ധം സ്യ, മനസ്സിനെ ശുദ്ധമാക്കുന്നു. പ്രാണായാമീർ വാദശ്ലേഷ്മാദി ദോഷാൻ, ആ പ്രാണായാമം കൊണ്ട് വാദപിത്ത കഫങ്ങളെ ദോഷങ്ങളെ ത്രിദോഷങ്ങളെ ഇല്ലാതെയാക്കുന്നു. ധാരണയ പാപം ധാരണ കൊണ്ട് പാപങ്ങളെ ഇല്ലാതെയാക്കുന്നു. ഇന്ദ്രിയ ആകർഷണേന ധ്യാനേന, ധ്യാനം കൊണ്ട് വിഷയ സംസർഗങ്ങളിൽ നിന്നും മോചനം. ക്രോധാദിദോഷാൻ ദഹേത്, അപ്രകാരമുള്ള ദോഷങ്ങളൊക്കെ ദഹിപ്പിക്കുന്നു എന്നർത്ഥം. പാപം ഇന്ദ്രിയ, ഒന്നുകൂടി പറയാം. പ്രാണായാമീർ വാദശ്ലേഷ്മാദി ദോഷാൻ ധാരണയാ, ധാരണ കൊണ്ട് പാപം അതാക്കുന്നു. ഇന്ദ്രിയാകർഷണേന ധ്യാനേന, ധ്യാനം കൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ ആകർഷകത്വത്തെ നിയന്ത്രിച്ചിട്ട് വിഷയ സംസർഗാൻ, വിഷയങ്ങളിൽ നിന്നുള്ള സംസർഗങ്ങളെയും ക്രോധാദി ദോഷാൻ, ഈ പ്രകാരമുള്ള ക്രോധം തുടങ്ങിയ ദോഷങ്ങളെയും ദഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ തഥാ ജിതശ്വാസസ്യ യോഗിനോ മനഃ ശുദ്ധം സ്യാദ് പ്രാണായാമേർ വാദശ്ലേഷ്മാദി ദോഷാൻ ധാരണയാ പാപം ഇന്ദ്രിയാകർഷണേന ധ്യാനേന വിഷയ സംസർഗാൻ ക്രോധാദി ദോഷാൻ ദഹേ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 12ാമത്തെ ശ്ലോകം, യഥാ മനഃസ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠാം ഭഗവതോ ധ്യായേത് സ്വനാസാഗ്രാവലോകനഃ. അങ്ങനെ ആ സ്വന്തം മനസ്സ് എപ്പോൾ ആ യോഗാഭ്യാസത്താൽ ആ രജോ ഗുണം വിട്ടിട്ട് ഏകാഗ്രമായി തീരുന്നുവോ, അങ്ങനെ ആ സ്വനാസാഗ്രത്തിൽ ആ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് ആ ഭഗവാന്റെ രൂപത്തെ അവിടെ ധ്യാനിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. യഥാ മനഃ സ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠാം ഭഗവതോ ധ്യായേത് സ്വനാസാഗ്രാവലോകനഃ. പദങ്ങളെ സ്വം മനഃ, സ്വന്തം മനസ്സ്, യഥാ എപ്പോൾ, യോഗേന ആ യോഗാഭ്യാസത്താൽ, വിരജം രജോ ഗുണം വിട്ട്, സുസമാഹിതം ഏകാഗ്രമായി തീരുന്നുവോ, ആ നേരത്ത് സ്വനാസാഗ്രാവലോകനഃ സ്വന്തം നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഭഗവതഃ ആ ഭഗവാന്റെ കാഷ്ഠാം രൂപത്തെ ധ്യാനിക്കണം. എന്നുകൂടി പറയാം. സ്വം മനഃ സ്വന്തം മനസ്സ്, യഥാ എപ്പോൾ, യോഗേന ആ യോഗാഭ്യാസത്താൽ, വിരജം രജോ ഗുണം വിട്ട്, സുസമാഹിതം ഏകാഗ്രമായി തീരുന്നുവോ, അന്നേരത്ത് സ്വനാസാഗ്രാവലോകനഃ ആ സ്വന്തം നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഭഗവതഃ ആ ഭഗവാന്റെ കാഷ്ഠാം രൂപത്തെ ധ്യാനിക്കണം. അപ്പോ അതിലത്തെ അന്വയം വന്നിട്ട് സ്വം മനഃ യഥാ യോഗേന വിരജം സുസമാഹിതം സ്വനാസാഗ്രാവലോകനഃ ഭഗവതഃ കാഷ്ഠാം ധ്യായേത്. എന്നുകൂടി പറയാം. സ്വം മനഃ യഥാ യോഗേന വിരജം സുസമാഹിതം സ്വനാസാഗ്രാവലോകനഃ ഭഗവതഃ കാഷ്ഠാം ധ്യായേത്. സ്വന്തം മനസ്സ് എപ്പോൾ യോഗാഭ്യാസത്താൽ രജോ ഗുണം വിട്ട് ഏകാഗ്രമായി തീരുന്നുവോ, അന്നേരത്ത് ആ നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നീ യോഗചര്യകളിലൂടെ ആ മനസ്സ് രജോ ഗുണ വിമുക്തമായി തീർന്നാൽ ആ ധാരണയിലേക്ക് പ്രവേശിക്കാം. തമോ ഗുണം ഉപേക്ഷിക്കണം.
സുഖാസനത്തിലിരുന്ന് നാസാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നതാണ് അടുത്ത പടികൾ. യത്രൈകാഗ്രത തത്ര വിശേഷാത് എന്ന വേദാന്ത സൂത്രത്തിന്റെ ഭാഷത്തിൽ ഏകാഗ്രത എവിടെയോ അവിടെ ഇരുന്ന് ധ്യാനിക്കാം എന്ന് പറയുന്നു. മനോനുകൂലേ ഇത് ചേഷ ശ്രുതിർ യത്രൈകാഗ്രത തത്രൈവ ഇത്യേതദേവ ദർശയതി. സ്വസ്തികാദികൾ വിധിച്ചാലും സുഖമാസനം ആണ് അഭികാമ്യം. ഇവിടെ പറയുന്നത് നിർമ്മലമായിരിക്കുന്ന ആ മനസ്സ് നിരന്തരാഭ്യാസത്താൽ ഏകാഗ്രമായിട്ട് തീരുമ്പോൾ ആ സാധകൻ അർദ്ധനിമീലിത നേത്രങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാന്റെ വിഗ്രഹത്തെ ധ്യാനിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുന്നതിന് ധാരണ എന്ന് പേര്. ആ ഭഗവാനിൽ ഉറച്ചിരിക്കുന്ന മനസ്സ് എങ്ങും ചലിക്കാതെ അവിടെ തന്നെ ഉറപ്പിക്കുന്നതായിരിക്കുന്ന പ്രയത്നത്തിന്റെ ധ്യാനം എന്ന് പേര്. ആ ഈശ്വര സ്വരൂപത്തെ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് അന്യമായിട്ടുള്ള വിചാരം ഉണ്ടാകരുത്. ഉണ്ടായാൽ ധ്യാനത്തിന് ഇളക്കം വരും. ഇളക്കം വന്ന് ആ അഭ്യാസത്താൽ ക്രമത്തിൽ ധ്യാനത്തിന് ഇളക്കം വരാത്തതക്കവണ്ണം അങ്ങനെ നിലനിൽക്കുന്നതിന് വേറെ വിചാരങ്ങൾ, അന്യമായിരിക്കുന്ന യാതൊരു വിചാരവും മനസ്സിനെ ബാധിക്കാതെ ബഹുകാലം അതേ നിലയ്ക്ക് തന്നെ ഏകാഗ്രമായിരിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ആ മനസ്സിന്റെ ചാഞ്ചല്യം എന്ന ദോഷം തീർത്ത് മനസ്സിനെ സ്വാധീനമാക്കി വരുന്നത് വരെ ആ പ്രാണായാമം അഭ്യസിക്കണം. മനസ്സിന്റെ ശുദ്ധിയും സമാധാനവും വന്നതിൽ പിന്നെ ആ സാധകൻ ധ്യാനം അഭ്യസിക്കുവാൻ തുടങ്ങണം. അങ്ങനെ ആ രുചിഭേദത്തെ അനുസരിച്ച് ആ ധ്യാന വിഷയങ്ങൾ പലതും ഉണ്ടെന്നു വരികിലും ആ മോക്ഷേച്ഛയുള്ള പുരുഷൻ ആ ഭഗവത് രൂപത്തെ തന്നെ ധ്യാനിക്കണം. ധ്യാനിക്കുന്ന സമയം നേത്രമാർഗത്തിലൂടെ ആ മനസ്സ് ചലിപ്പാതിരിപ്പാൻ നാസികയുടെ അഗ്രത്തിൽ ദൃഷ്ടികളെ ഉറപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തീരെ കണ്ണടച്ചിരിക്കുന്നതായാൽ ലയം എന്ന ദോഷം സംഭവിപ്പാൻ എളുപ്പമാണ്. അപ്പോൾ നേത്രത്തെ നിരാലംബമായി വിട്ടാൽ 4 ഭാഗവും ചലിക്കുമ്പോൾ മനസ്സിനും വിക്ഷേപം സംഭവിക്കും. അതുകൊണ്ടാണ് നാസാഗ്രത്തിൽ അവലോകനം ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. തദാ മനഃ സ്ഥിരം ജാതം, ആ മനസ്സ് സ്ഥിരമാകുമ്പോൾ തദാ സ്വനാസാഗ്രലോകനോ, ആ നാസികയുടെ അഗ്രത്തിലായിട്ട് ആ യോഗികള് ഭഗവാന്റെ മൂർത്തിയും ഭഗവാന്റെ മൂർത്തിയെ ധ്യാനിക്കണം എന്നാണ് പറഞ്ഞത്. യഥാ മനഃ സ്ഥിരഹം ജാതം തദാ സ്വനാസാഗ്രലോകനോ യോഗി ഭഗവതോ മൂർത്തിം ധ്യായേത് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഭഗവാന്റെ രൂപം കാണുന്നത് എന്നുള്ളത് ആ 13 തൊട്ടിട്ട് 18 വരെയുള്ള ശ്ലോകങ്ങൾ വരെ നല്ലപോലെ വ്യക്തമായിട്ട് പഠിക്കുക. ചൊല്ലാം. പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം ലസൽ പങ്കജ കിഞ്ചൽക്ക പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം മത്തദ്വിരേഭകലയാ പരീതം വനമാലയാ പരാർധ്യഹാരവലയ കിരീടാംഗത നൂപുരം കാഞ്ചീഗുണോല്ലസൽ ശ്രോണീം ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം അപീച്യ ദർശനം ശശ്വത് സർവലോക നമസ്കൃതം സന്തം വയസി കൈശോരേ ഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥയശസം പുണ്യശ്ലോകേ സംസ്കരം ധ്യായേദ്ദേവം സമഗ്രാംഗം യാവന്ന ച്യവതേ മനഃ. നൂടി ചൊല്ലാം. പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം
ലസൽ പങ്കജകിഞ്ചൽക്ക പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭാമുക്തകന്ധരം മത്തദ്വിരേഭകലയാ പരീതം വനമാലയാ പരാർധ്യഹാരവലയ കിരീടാംഗദനൂപുരം കാഞ്ചീഗുണോല്ലസൻ ശ്രോണീ ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം അപീച്ച ദർശനം ശശ്വത് സർവലോക നമസ്കൃതം സന്തം വയസി കൈശോരേ ഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥയശസം പുണ്യശ്ലോകയശസ്കരം ധ്യായേദ്ദേവം സമഗ്രാംഗം യാവന്നച്യവതേ മനഃ. ഹൃദയാംഭോജവിഷ്ടരം, ആ ഭക്തജനങ്ങളുടെ ആ ഹൃദയ കർണികാമധ്യത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നവനായിരിക്കുന്ന ദർശനീയതമം, കാണാനുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമനായിരിക്കുന്ന ശാന്തം, ശാന്തമൂർത്തിയായിരിക്കുന്ന മനോനയനവർദ്ധനം, ആ കണ്ണിനും കാതിനും ഒക്കെ കുളിരേകുന്ന പ്രസന്നവദനാംഭോജം, ആ വിടർന്ന ചെന്താമരപ്പൂവിനോട് തുല്യമായിരിക്കുന്ന ശ്രീമുഖത്തോടും പത്മഗർഭാരുണേക്ഷണം, ചെന്താമരപ്പൂവിൻ്റെ ദളം പോലെ ആ അരുണിമ ചേർന്നിട്ടുള്ള കണ്ണിണയോടും നീലോൽപ്പലദളശ്യാമം, ആ കരിങ്കൂവളപ്പൂവിതളിന് തുല്യം ശ്യാമളമായ നിറത്തോടും ശംഖചക്ര ഗദാധരം, ശംഖം ചക്രം ഗദാപത്മം എന്നിവ ധരിച്ചിരിക്കുന്ന കൈകളോടും ലസൽ പങ്കജ കിഞ്ചൽക്ക പീതകൗശേയവാസസം, ആ വിരിഞ്ഞ ആ താമരയല്ലിയുടെ നിറമുള്ള പീതാംബരം ധരിച്ചിരിക്കുന്നവനായും ശ്രീവത്സവക്ഷസം, ശ്രീവത്സം എന്ന മറുവിനാൽ അങ്കിതമായിരിക്കുന്ന മാരടത്തോടു കൂടിയവനും ആയും ഭ്രാജൽ കൗസ്തുഭമുക്ത കന്ധരം, ആ പരിലസിക്കുന്ന ആ കൗസ്തുഭരത്നം ധരിച്ച കണ്ഠങ്ങളോട് കൂടിയവനായിട്ടും മത്തദ്വിരേഭകലയാ, മതിച്ച ആ വണ്ടുകളുടെ ആ കളനാദം ചേർന്ന ആ വനമാലയാൽ പരീതം മൂടിയവനും പരാർധ്യഹാര വലയ കിരീടാംഗത നൂപുരം, ആ വിലമതിക്കാനാവാത്ത രത്നമാല, കങ്കണം, തോൾവള, കാൽത്തള എന്നിവയോട് കൂടിയവനായിട്ടും കാഞ്ചീ ഗുണേഷു ലസൽ ശ്രോണീം, ആ അരഞ്ഞാണുകൊണ്ട് ആ ഉല്ലസിക്കുന്ന അരക്കെട്ടോട് കൂടിയവനായിട്ടും അപീച്ച ദർശനം, അതിസുന്ദരമായിരിക്കുന്ന ദർശനത്തോടു കൂടിയവനായിട്ടും ശശ്വത് സർവലോക നമസ്കൃതം, എന്നും എല്ലാവരാലും നമസ്കരിക്കപ്പെടുന്നവനായിട്ടും പുണ്യശ്ലോകയശസ്കരം, പുണ്യശ്ലോകരായ ആ ഭക്തശിരോമണികൾക്ക് കീർത്തിയെ വളർത്തുന്നവനായിട്ടും കൈശോരേ, ആ താരുണ്യ ആകുന്ന ആർന്ന വയസ്സി, ആ പ്രായത്തിൽ സന്തം സ്ഥിതി ചെയ്യുന്നവനായിട്ടും ഭൃത്യാനുഗ്രഹകാതരം, അഭൃത്യന്മാരെ അനുഗ്രഹിപ്പാൻ വെമ്പൽ കൊള്ളുന്നവനായിട്ടും കീർത്തന്യ തീർത്ഥയശസം, ആ കീർത്തനാർഹമായിരിക്കുന്ന ആ പരിശുദ്ധ കീർത്തിയുള്ളവനും ആയിരിക്കുന്ന ദേവം, ആ മഹാവിഷ്ണുവിനെ സമഗ്രാംഗം, ഓരോ അംഗവും വിടാതെ മനഃ യാവത് ന ച്യവതേ, മനസ്സിന് ഏകാഗ്രത നഷ്ടം വരാതെ ആകുന്ന സുസ്ഥിരമാകുന്നത് വരെ ധ്യാനിക്കണം. ഒന്നുകൂടി അതിലത്തെ ആ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും വളരെയധികം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഹൃദയാംഭോരുവിഷ്ടരം, ആ ഭക്തജനങ്ങളുടെ ഹൃദയകർണികാ മധ്യത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നവനായിരിക്കുന്ന വിഷ്ടരം എന്ന് പറഞ്ഞാൽ ഇരിപ്പുറപ്പിക്കുക. ദർശനീയതമം, കാണാൻ ഉള്ളതിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്ന ശാന്തം, ശാന്തമൂർത്തിയായിരിക്കുന്ന മനോനയനവർദ്ധനം, ആ കണ്ണിനും കരളിനും കുളിരേകുന്ന അർത്ഥം. പ്രസന്നവദനാംഭോജം, വിടർന്ന ആ ചെന്താമരപ്പൂവിന് തുല്യമായിരിക്കുന്ന ശ്രീമുഖത്തോട് കൂടിയിരിക്കുന്ന ആള്, പ്രസാദിച്ചിരിക്കുന്ന ആൾ. പത്മഗർഭാരുണേക്ഷണം, ആ ചെന്താമരപ്പൂവിന്റെ ദളം പോലെ അരുണിമ ചേർന്ന കണ്ണിണയോട് കൂടിയിട്ടിരിക്കുന്ന ആള്. നീലോൽപ്പലശ്യാമം, കരിങ്കൂവളപ്പൂവിന്റെ ഇതളിന് തുല്യം ശ്യാമളമായ നിറത്തോടും ശംഖചക്ര ഗദാധരം, ശംഖം ചക്രം ഗദാപത്മം എന്നിവ ധരിച്ച് കൈകൊണ്ടും ലസൽ പങ്കജ കിഞ്ചൽക്ക പീതകൗശേയവാസസം, വിരിഞ്ഞ് ആ താമര അല്ലിയുടെ നിറമുള്ള ആ പീതാംബരം ധരിച്ചവനും ശ്രീവത്സവക്ഷസം, ശ്രീവത്സം എന്ന മറുവിനാൽ അങ്കിതമായിരിക്കുന്ന മാറിടത്തോടു കൂടിയവനായിരിക്കും.
ആയിട്ടുള്ളതും ഭ്രാജൽ കൗസ്തുഭാമുക്തകണ്ഠരം, ആ പരിലസിക്കുന്ന ആ കൗസ്തുഭം ധരിച്ച കണ്ഠത്തോടു കൂടിയവനായിട്ടും, പിന്നെ മത്തദ്വിരേഭകലയ, മതിച്ച ആ വണ്ടുകളുടെ ആ കളനാദം ചേർന്ന വനമാലയാൽ പരീതം മൂടിയവനും, ഹാരാവലയ കിരീട ആംഗത നൂപുരം, വിലമതിക്കാനാവാത്ത രത്നമാല, കങ്കണം, തോൾവള, കാൽത്തള എന്നിവയോട് കൂടിയവനായും, കാഞ്ചി ഗുണോല്ലസൽ ശ്രോണീം, ആ അരഞ്ഞാണുകൊണ്ട് ഉല്ലസിക്കുന്ന അരക്കെട്ടോട് കൂടിയവനായിരിക്കട്ടും, അപീച്യ ദർശനം, അതിസുന്ദരമായിരിക്കുന്ന ദർശനത്തോടു കൂടിയവനായും, ശശ്വൽ സർവലോക നമസ്കൃതം, എന്നും ഏവരാലും നമസ്കരിക്കപ്പെടുന്നവനായിരിക്കും, പുണ്യശ്ലോകേശസ്കരം, പുണ്യശ്ലോകൻ ആയിരിക്കുന്ന ഭക്തശിരോമണികൾക്ക് കീർത്തിയെ വളർത്തുന്നവനായിട്ടും, കൈശോരേ, ആ താരുണ്യം ചേർന്ന വയസ്സി, ആ പ്രായത്തിൽ സന്തം സ്ഥിതി ചെയ്യുന്നവനും, ഭൃത്യാനുഗ്രഹകാതരം, ഭൃത്യന്മാരെ അനുഗ്രഹിപ്പാൻ വെമ്പൽ കൊള്ളുന്നവനും, കീർത്തന്യതീർത്ഥയശസം, ആ കീർത്തനാർഹമായിരിക്കുന്ന പരിശുദ്ധ കീർത്തിയുള്ളവനും, ദേവം, ആ മഹാവിഷ്ണുവിനെ, സമഗ്രാംഗം, ഓരോ അംഗവും വിടാതെ, മനഃ യാവത് ന ച്യവതേ, മനസ്സിന് ഏകാഗ്രത നഷ്ടം വരാതെയാകുന്ന, സുസ്ഥിരമാകുന്നത് വരെ എന്നർത്ഥം, ധ്യാനിക്കണം. അപ്പൊ ഇതിലെ അന്വയം വന്നിട്ട് ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പ്രസന്നവദനാംഭോജം പത്മരാഗാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം ലസൽ പങ്കജ കിഞ്ചൽക പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭകന്ധരം രക്തദ്വിരേഭകലയാ വനമാലയാ പരീതം പരാർധ്യഹാരവലയ കിരീടാംഗത നൂപുരം കാഞ്ചീ ഗുണോല്ലസൽ ശ്രോണീം അപീച്യ ദർശനം ശശ്വത് സർവലോക നമസ്കൃതം പുണ്യശ്ലോകയശസ്കരം കീർത്തൻ കൈശോരേ വയസി സന്തം ഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥ യശസം ദേവം സമഗ്രാംഗം മനഃ യാവത് ന ച്യവതേ ധ്യായേത്. ഇന്നുകൂടി പറയാം. ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പ്രസന്നവദനാംഭോജം പത്മരാഗാരുണേക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം ലസൽ പങ്കജകിഞ്ചൽക പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം മത്തദ്വിരേഭകലയാ വനമാലയാ പരീതം പരാർധ്യഹാര വലയ കിരീടാംഗത നൂപുരം കാഞ്ചീ ഗുണോല്ലസൽ ശ്രോണീം അപീച്യ ദർശനം ശശ്വത് സർവലോക നമസ്കൃതം പുണ്യശ്ലോകയശസ്കരം കൈശോരേ വയസി സന്തം ഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥയശസം ദേവം സമഗ്രാംഗം മനഃ യാവത് ന ച്യവതേ ധ്യായേത്. ഇതിന്റെ അർത്ഥം വന്നിട്ട് ആ ഭക്തജനങ്ങളുടെ ഹൃദയകർണികാമധ്യത്തിൽ ഇരിപ്പുറപ്പിച്ചവനും ആയും കാണാനുള്ളതിൽ ഏറ്റവും ഉത്തമനായും ശാന്തമൂർത്തിയും ആയിട്ടുള്ള കണ്ണിനും കരളിനും കുളിരേകുന്ന ആ വിടർന്ന ചെന്താമരപ്പൂവിന് തുല്യമായിരിക്കുന്ന ശ്രീമുഖത്തോടും
ചെന്താമരപ്പൂവിന്റെ ദളം പോലെ അരുണിമ ചേർന്ന ആ കണ്ണിണയോടും കരിങ്കൂവളപ്പൂവിന് തുല്യം ശ്യാമളവും ആയ നിറത്തോടു കൂടിയും ശംഖം ചക്രം ഗദാപത്മം ഇവ ധരിച്ച കൈകളോടും വിരിഞ്ഞ ആ താമരയലിയുടെ നിറമുള്ള പീതാംബരം ധരിച്ചവനായും ആ ശ്രീവത്സം എന്ന ആ മറുകിനാൽ അങ്കിതമായിരിക്കുന്ന മാറിടത്തോടു കൂടിയവനായും ആ പരിലസിക്കുന്ന കൗസ്തുഭം രത്നം ധരിച്ച കണ്ഠത്തോടു കൂടിയവനായിട്ടും മതിച്ച വണ്ടുകളുടെ കളനാദും ചേർന്ന ആ വനമാലയാൽ മൂടിയവനും അതുപോലെ ആ വിലമതിക്കാനാവാത്ത ആ വനമാല രത്നമാല കങ്കണം തോൾവള കാൽത്തള എന്നിവയോട് കൂടിയവനായിട്ടും അരഞ്ഞാണുകൊണ്ട് ഉല്ലസിക്കുന്ന അരക്കെട്ടോട് കൂടിയവനായിട്ടും അതിസുന്ദരമായിരിക്കുന്ന ദർശനത്തോടു കൂടിയവനായിട്ടും എന്നും ഏവരാലും നമസ്കരിക്കപ്പെട്ടവനായും പുണ്യശ്ലോകരായ ഭക്തശിരോമണികൾക്ക് കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനായും ആ താരുണ്യമാർന്ന പ്രായത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ആ ഭക്തന്മാരെ അനുഗ്രഹിപ്പാൻ വെമ്പൽ കൊള്ളുന്നവനായിട്ടും കീർത്തനാർഹമായ പരിശുദ്ധ കീർത്തിയുള്ളവനും ആയ ദേവന്റെ ഭഗവാന്റെ ഓരോ അംഗവും വിടാതെ മനസ്സിന് ഏകാഗ്രത നഷ്ടം വരാതെയാകുന്നത് വരെ ധ്യാനിക്കണം. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 13 മുതൽ 18 വരെയുള്ള ശ്ലോകത്തിന്റെ അർത്ഥങ്ങളാണ് പറഞ്ഞത്. പ്രസന്നമുഖ കമലനും താമരയുടെ ഉൾവശം പോലെ അരുണമായ കണ്ണുകൾ ചേർന്നവനും നീലോത്പലദളം പോലെ കറുത്തവനും ശംഖവും ചക്രവും ഗദയും ധരിച്ചവനും താമരയല്ലികൾ പോലെയുള്ള മഞ്ഞപ്പട്ടുടുത്തവനും ശ്രീവത്സത്താൽ അങ്കിതമായ മാർവിടമുള്ളവനും ശോഭിക്കുന്ന കൗസ്തുഭത്താൽ അലങ്കൃതമായ കഴുത്താർന്നവനും മത്തുപിടിച്ച വണ്ടുകളുടെ മനോഹര ശബ്ദം ആർന്ന വനമാലയണിഞ്ഞവനും മുത്തുമാലകൾ വളകൾ കിരീടം തോൾവളകൾ ചിലമ്പ എന്നിവയാൽ അലങ്കൃതനും അരഞ്ഞാണുകൊണ്ട് ശോഭിക്കുന്ന അരക്കെട്ടുകളുള്ളവനും ഭക്തഹൃദയമാകുന്ന പീഠം ആർന്നവനും സുന്ദരനും ശാന്തനും മനസ്സിനെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്നവനും വിശിഷ്ട ദർശനത്തോടു കൂടിയവനും സർവരാലും വന്ദിതനും താരുണ്യവാനും ഭൃത്യന്മാരെ പരിപാലിക്കുന്നതിൽ ഉത്സുകനും കീർത്തിക്കപ്പെടുവാൻ യോഗ്യനും അതിപരിശുദ്ധമായ യശസ്സോടു കൂടിയവനും ആയ ആ ഭഗവാനെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ധ്യാനിക്കണം. വികസിച്ചിരിക്കുന്ന ആ താമരപ്പൂ പോലെ തെളിഞ്ഞിരിക്കുന്ന മുഖം, ആ ചെന്താമരപ്പൂവിൻ്റെ അന്തർഭാഗം എന്ന പോലെ അരുണ നിറമുള്ള നേത്രങ്ങൾ, നീലത്താമര പോലെ ശ്യാമളമായിരിക്കുന്ന നിറം, ശംഖം ചക്രം ഗദാ പങ്കജം എന്നിവ ധരിച്ചിരിക്കുന്ന 4 കൈകൾ, വിരിഞ്ഞിരിക്കുന്ന താമരപ്പൂവിൻ്റെ ഉള്ളിലുള്ള ആ താമരകേസരം പോലെ മഞ്ഞ നിറമുള്ള പട്ടു ധരിച്ചിരിക്കുന്ന രൂപം, മാറിടത്തിൽ ശ്രീവത്സം എന്ന പേരുള്ള മറുക അല്ലെങ്കിൽ അടയാളം, കണ്ഠത്തിൽ അതിശോഭയുള്ള കൗസ്തുഭം എന്ന പേരുള്ള ആ രത്നാഭരണം, മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ ആ മധുര ശബ്ദത്തോട് ചേർന്നിരിക്കുന്ന ആ വനമാലയിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ശരീരം, ഏറ്റവും വിലപിടിച്ചിരിക്കുന്ന മുത്തുമാല, കൈവളകൾ, കിരീടം, തോൾവള, കാൽച്ചിലമ്പ് മുതലായ ആഭരണങ്ങൾ, രത്നമയമായിരിക്കുന്ന മേഖലയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന അരക്കെട്ട്, ഭക്തന്മാരുടെ മനസ്സാകുന്ന താമരപ്പൂ എന്ന ആസനത്തിൽ ഇരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ശാന്തസ്വരൂപം, മനസ്സിനെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന സ്വരൂപം, എല്ലായ്പ്പോഴും ആ സകല ലോകവാസികളാലും നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാദപത്മം, നിത്യ യൗവനത്തെ പ്രാപിച്ചിരിക്കുന്ന ശരീര സൗഭാഗ്യം, 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആ കാലം, ആ കൈശോരം എന്ന് പറയുന്ന അവസ്ഥ, അപ്രകാരമുള്ള രൂപത്തിൽ ഇരിക്കുന്ന ആ ശരീരഭംഗി, കീർത്തിപ്പാൻ യോഗ്യനും സർവദോഷങ്ങളെ നശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളും ആയിരിക്കുന്ന കീർത്തിയുടെ നിദാനം, പുണ്യശ്ലോകന്മാരായിരിക്കുന്ന മഹാഭക്തന്മാരുടെ യശസ്സിനെ നിലനിർത്തുവാൻ തക്ക കാരുണ്യത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്ന ആ ഭക്തവാത്സല്യം, ഇപ്രകാരമുള്ള ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിന്റെ ചാഞ്ചല്യം കൂടാതെ ധ്യാനിക്കണം. മനഃചാഞ്ചല്യം തീരെ നശിക്കുന്നത് വരെ സമഗ്രമായിരിക്കുന്ന ഈ രൂപത്തെ ധ്യാനിക്കണം.
ഈ സ്വരൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് ക്രമത്തിൽ ആ മനസ്സ് ചലിക്കാതെ ഏകാഗ്രമായി ഭവിക്കുമെന്ന് സാരം. ഹൃദയ മധ്യത്തിൽ മേൽവിരിച്ച വിധത്തിലുള്ള ആ രൂപത്തെ ധ്യാനിക്കണമെന്ന് ഉപദേശിച്ച ശേഷം ആ സാധകന്റെ രുചി അനുസരിച്ചുള്ള രാമകൃഷ്ണാദി മൂർത്തികളുടെ ഏത് വിധത്തിലുള്ള പ്രവൃത്തിയെയോ സ്ഥിതിഭാവത്തെയോ ധ്യാനിക്കുന്നതിനും വിരോധമില്ലെന്നും ഉപദേശിക്കുന്നു. യോഗനിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് നിൽക്കുന്നതിനെയോ നടക്കുന്നതിനെയോ ഇരിക്കുന്നതിനെയോ വൃന്ദാവന സ്ഥാനങ്ങളിൽ കൗതുകമായ വിധത്തിൽ ക്രീഡിക്കുന്നതിനെയോ ഗോവർദ്ധന സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനെയോ ആദിശേഷനാകുന്ന ശയ്യയിൽ ശയിക്കുന്നതിനെയോ ഗോവർദ്ധന പർവ്വത ഗുഹയിലോ സാധകന്റെ ഹൃദയ ഗുഹയിലോ ഉദാസീനന്റെ നിലയിൽ ശയിക്കുന്നതിനെയോ കാണുവാൻ യോഗ്യമായ ലീലയെ ആശ്രയിച്ചിരിക്കുന്നതിനെയോ ധ്യാനിക്കാം. മനസ്സിൽ പരമ പ്രേമം എന്ന ആ ഏകഭാവം അല്ലാതെ മറ്റ് യാതൊരു ഫലത്തെയും ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ദോഷം ബാധിക്കാതെ ഇരിപ്പാൻ ശ്രദ്ധയുള്ളവനായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിലെ ആ വ്യാഖ്യാനം ഒന്ന് പരിശോധിച്ച് നോക്കാം. കഥം ഭൂതം രൂപം, ആ രൂപത്തെ പറ്റിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. പ്രസന്നവദനം അരുണലോചനം, സാധാരണമായിട്ടുള്ള മുഖം, അരുണലോചനം, ചുമന്ന ഇരിക്കുന്ന കണ്ണുകൾ, ശ്യാമം, ആ ശ്യാമ നിറത്തോട് കൂടിയിട്ട്, ശംഖചക്ര ഗദാധരം, ശംഖചക്ര ഗദാ ധരിച്ചിട്ടിരുന്ന ആള്, പീതാംബരധരം, പീതാംബരം എടുത്ത്, ശ്രീവത്സവക്ഷസം, ശ്രീവത്സമാകുന്ന ആ മറുകിനെ വക്ഷത്തിൽ ധരിച്ച്, ഗ്രീവായാം കൗസ്തുഭധരം, ആ കഴുത്തിൽ ആ കൗസ്തുഭരത്നമണിഞ്ഞ്, വനമാല കൊണ്ട് വ്യാപ്തം അമൂല്യഹാരവലയം, ആ വനമാല അണിഞ്ഞും അതുപോലെ അമൂല്യമായിരിക്കുന്ന ആ രത്നശോഭ ചേർന്ന ആ കിരീടം, അങ്കദം, തോള നൂപുരങ്ങളെ തുടങ്ങിയിരിക്കുന്ന ആ ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിതം. അങ്ങനെയുള്ള ഭക്താനാം ഹൃത്കമലേ, ഭക്തന്മാരുടെ ഹൃദയകമലത്തിൽ സ്ഥിതനായിരിക്കുന്ന ശാന്തനായിരിക്കുന്ന മൂർത്തിയുടെ, ശാന്തം മൂർത്തി, അതിസുന്ദര ദർശനം, അതിസുന്ദരമായിരിക്കുന്ന ആ ദർശനീയമായിരിക്കുന്ന മൂർത്തിയെ, സർവലോക നമസ്കൃതം, സർവലോകങ്ങളും നമസ്കരിക്കുന്ന, പുണ്യശ്ലോക യശസ്കരം, പുണ്യശ്ലോകനും യശസ്സനും ഒക്കെ ചേർന്നിട്ടുള്ള ഏതാദൃശം ശ്രീകൃഷ്ണം, ആ ശ്രീകൃഷ്ണനെ യാവൻ മനോ, ആ മനസ്സില് നച്യവതേ, ഒരിക്കലും മായാത്ത അവസ്ഥയിൽ, താവത് സമഗ്രാംഗം, എല്ലാ അംഗങ്ങളോടും കൂടിയിട്ട് ധ്യാനിക്കണം. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി അത് വായിക്കാം. കഥംഭൂതം പ്രസന്നവദനം അരുണലോചനം, പ്രസന്നവദനമരുണലോചനം ശ്യാമം ശംഖചക്രഗദാധരം പീതാംബരധരം ശ്രീവത്സവക്ഷസം ഗ്രീവായാം കൗസ്തുഭധരം വനമാലയാ വ്യാപ്തം അമൂല്യഹാരാവലയ കിരീടാംഗദ നൂപുരൈഃ ശോഭിതം ഭക്താനാം ഹൃത്കമലേ സ്ഥിതം ശാന്തം അതിസുന്ദരദർശനം സർവലോക നമസ്കൃതം പുണ്യശ്ലോകയശസ്കരം ഏതാദൃശം ശ്രീകൃഷ്ണം യാവൻ മനോ നച്യവതേ താവത് സമഗ്രാംഗം ധ്യായേത്. ഇതാണ് വ്യാഖ്യാനത്തിൽ. ഇത്രയും ശ്ലോകങ്ങൾ നല്ലപോലെ പഠിക്കുക. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.